ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ ഇതുവരെ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ലല്ലോ. ഉറക്കം ഒട്ടും വരാതാകുമ്പോ നിന്റെ ആ സാരി എടുത്ത് ഞാൻ മൂടിക്കിടക്കും. അപ്പോ എന്റെ ചന്ദ്രു എന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് തോന്നും. അച്ഛനും അച്ഛമ്മയും 2 വീടുകളിലായി സങ്കടപ്പെട്ടിരിക്കാം. പാവം, അവരുടെ സങ്കടം ഓർത്താ ഞാനും കരയുന്നേ. അച്ഛനും അച്ഛമ്മയും ഒരു വീട്ടില് ഒരുമിച്ച് കഴിഞ്ഞാ പോരെ, അപ്പൊ പ്രശ്നം തീരുമല്ലോ. എങ്കി നമുക്കത് ചെയ്തൂടെ? വേണം മോളെ, അത് ചെയ്യണം. എന്താ വന്ദനെ? സുചിത്രടുത്ത് വിളിച്ചിരുന്നു. അമ്മ മനോജിനൊപ്പം പോയത് പിന്നെ അച്ഛൻ വല്ലാത്ത അവസ്ഥയിലാ. മിണ്ടാട്ടം പോലും ഇല്ലത്ര. അത് സ്വാഭാവിക വന്ദനെ. 2 ശരീരവും ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞവരല്ല അച്ഛനും അമ്മയും. കോവിലകത്തുനിന്ന് ഒളിച്ചോടിയ കാലം മുതല് ഒരു ദിവസം പോലും മാറി നിൽക്കാത്തവർക്ക് പെട്ടെന്നൊരു മാറ്റം വരുമ്പോ അത് താങ്ങാനാവില്ല. അച്ഛനും അച്ഛമ്മയും ഒരുമിച്ച് താമസിക്കണം. അതിനൊരു വഴിയില്ല അങ്കിളെ. മോളെ, 2 പേരും താമസിക്കുന്നത് അവരുടെ സ്വന്തം മക്കളോടൊപ്പം അല്ലേ? വന്ദനെ, നീ വിഷമിക്കണ്ട. തൽക്കാലം കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോട്ടെ. എന്തെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ല. അപ്പം നമുക്ക് അവരെ ഒരിടത്താക്കാം. അല്ലെങ്കിൽ 2 പേരെയും നമ്മളോടൊപ്പം കൂട്ടാം. കെട്ടിയോളുടെ തന്തയുടെയും തള്ളയുടെയും വേർപിരിയൽ പോലും അവന് സഹിക്കുന്നില്ല. ആ കിളവന്റെയും കിളവിയുടെയും ഭാരം കൂടി നിന്റെ തലയിൽ വന്ന് വീഴുവിട പൊട്ട. അനുഭവിച്ച ഒന്നിനെ കെട്ടി എഴുന്നള്ളിച്ച് തലയെ കയറ്റിയത് കൊണ്ട് തീർന്നില്ല. അപ്പോഴാ അടുത്ത ഭാരം തലയെ കയറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അച്ഛ, രാത്രി ഈ ഒരു ഗുളികയല്ലേ ഉള്ളൂ? എന്തു പറ്റി? ഉച്ചയ്ക്ക് എടുത്തു വെച്ച ഗുളിക പോലും കഴിച്ചില്ലല്ലോ. മോളെ, ഇന്ന് ചന്ദ്രനെ വിളിച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് തോന്നി അതായിരിക്കും കാരണമെന്ന്. ഞാൻ വിളിച്ചു തരാം അമ്മേ. അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. മനോജിന്റെ ഫോണിൽ വിളിക്കാം. അച്ഛൻ ഈ ഗുളിക ഒന്ന് കഴിക്കും. മനോജിന് കോള് പോകുന്നുണ്ട്. സുചിത്ര എടുത്തയാണല്ലോ. ഹലോ എടതേ. മനോജ്, അമ്മയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. ആ ശരി, ഇപ്പൊ കൊടുക്കാവേ. അമ്മ കിച്ചണിലാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ശരി.
അമ്മേ ഫോൺ. സുചിത്രയാണല്ലേ? സംസാരിക്കും. ഹലോ. ചന്ദ്രു, ചന്ദ്രു, എന്തോ സുഖമാണോ നിനക്ക്? മാധവേട്ട, ഗുളിക കഴിച്ചോ? ഗുളിക മുടക്കല്ലേ? മുടക്കില്ല, കൃത്യമായിട്ട് കഴിക്കാം. നിനക്കവിടെ സുഖമാണോ ചന്ദ്രു? നീ എന്താ ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? എന്ത് മാധവേട്ട ഇത്? ഞാൻ മാധവേട്ടൻ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആക്കിയെന്നോ? ആ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. ആ. നീ അവിടെ എന്തെടുക്കിയ? ഞാനിവിടെ ഉറങ്ങാൻ തുടങ്ങുവാ. മാധവേട്ടനോ? ഞാനും ഉറങ്ങാൻ കിടന്നാൽ പഴയതുപോലെ ഉറക്കം കിട്ടുന്നില്ല. മാധവേട്ട, നമ്മൾ ഇതുവരെ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ലല്ലോ. ഉറക്കം ഒട്ടും വരാതാകുമ്പോ നിന്റെ ആ സാരി എടുത്ത് ഞാൻ മൂടിക്കിടക്കും. അപ്പോ എന്റെ ചന്ദ്രു എന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് തോന്നും. ചന്ദ്രു, ചന്ദ്രു, ഫോൺ കട്ടായോ? ചന്ദ്രു, എന്താ അച്ഛ? മോളെ, ഫോൺ കട്ടായെന്നാ തോന്നുന്നേ. റേഞ്ച് പോയതായിരിക്കും. ഈയിടയ്ക്ക് ടവറിനൊക്കെ പ്രശ്നങ്ങളാ. ആ, ഗുളിക കഴിക്കാൻ മറക്കരുതെന്ന് ചന്ദ്രു പറഞ്ഞായിരുന്നു. അച്ഛൻ പോയി കിടക്ക്. ആ. ഉം.